2016 നവംബർ 8-നായിരുന്നു ഇന്ത്യയിൽ അതുവരെ പ്രചാരത്തിലുണ്ടായിരുന്ന 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ നിർണായകമായ പ്രഖ്യാപനം ഉണ്ടായത്. തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളുമൊക്കെ തന്നെ ഉണ്ടായി. സാധാരണ നിലയിലേക്ക് നാം വീണ്ടും മടങ്ങിയെത്തുകയായിരുന്നു. ആ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി RBI പുറത്തിറക്കിയ നോട്ടായിരുന്നു 2000-ന്റെ നോട്ട്. അത് പിൻവലിക്കുകയാണെന്ന് RBI അറിയിച്ചിരുന്നു. ഇപ്പോൾ RBIയുടെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. 98.12% നോട്ടുകളും തിരിച്ചെത്തിയിരിക്കുന്നു. 6691 കോടി രൂപയുടെ മൂല്യമുള്ള നോട്ടുകളായിരുന്നു പൊതുജനത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. ആ നോട്ടുകളെല്ലാം തന്നെ തിരിച്ച് എത്തിയിരുന്നു. ഇനി ആരുടെയെങ്കിലും കൈവശം അവശേഷിക്കുന്ന 1.82% നോട്ടുകൾ ഉണ്ട് എങ്കിൽ അവ ഇനിയും മാറാനുള്ള അവസരം ഉണ്ട്. രാജ്യത്തുള്ള 19 RBI ഇഷ്യൂ ഓഫീസുകളിൽ മാറിയെടുക്കാവുന്നതാണ്. അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ബേലാപൂർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ചണ്ഡീഗഡ്, ചെന്നൈ, ഗുവാഹത്തി, ഹൈദരാബാദ് തുടങ്ങിയിടങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ നോട്ടുകൾ ഇനി മാറ്റി വാങ്ങാനായി സാധിക്കുക. അത് തിരികെ വരില്ല എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 2000-ന്റെ നോട്ടുകൾ ഇനി RBI പുറത്തിറക്കുകയില്ല. അങ്ങനെ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ വലിയ സ്ഥാനം വഹിച്ചിരുന്ന വലിയ നോട്ട് എന്ന് പറയാവുന്ന 2000-ന്റെ നോട്ട് ഇനിയില്ല. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ള ഏറ്റവും മൂല്യം കൂടിയ നോട്ട് 500-ന്റേതായി മാറുകയാണ്. കള്ളനോട്ടടി പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വലിയ നോട്ടുകൾ ഇനി അധികം പ്രചാരത്തിൽ ഇറക്കുകയില്ല എന്നും അന്ന് കേന്ദ്ര പ്രഖ്യാപനമുണ്ടായിരുന്നു. നോട്ട് നിരോധനത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്തെന്ന് ചോദിച്ചാൽ കള്ളനോട്ട് വലിയ രീതിയിൽ തന്നെ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർത്ത പാകിസ്ഥാനിലും മറ്റും അച്ചടിച്ചിരുന്ന കള്ളനോട്ടുകളാണ് 2000-ന്റെ നോട്ടുകൾ പിൻവലിച്ചതോടെ വലിയ അളവിൽ ഇല്ലാതെയായത്. മറ്റൊന്നുകൂടിയുള്ളത്, ഇപ്പോൾ ഇറങ്ങുന്ന നോട്ടുകൾ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ പാറ്റേണുകൾ മാറ്റാറുണ്ട്. നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് തന്നെ പെടില്ല എങ്കിൽ പോലും പാറ്റേണുകൾ മാറ്റപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ കൃത്യമായി ഈ നോട്ടുകൾ ഏത് ബാങ്കിലാണ് കൊടുത്തിരുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള കോഡുകൾ ഉൾപ്പെടെയാണ് വരുന്നത്. ഇതൊക്കെയായിരിക്കണം ഒരുപക്ഷെ കള്ളനോട്ടടിക്കുന്നവർക്ക് ഇതിന് കഴിയാതെ വരുന്നത്. അല്ലെങ്കിൽ ഭീമമായ ഒരു ചിലവ് ഈ നോട്ടടിക്കുന്നതിന് വരികയാണ്. ഇതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ 5 രൂപ നാണയം, കട്ടിയുള്ള 5 രൂപ നാണയം പുറത്തിറക്കുന്നത് RBI നിർത്തിയിരുന്നു. ഈ നാണയം ബംഗ്ലാദേശിലടക്കം കള്ളക്കടത്തായി കൊണ്ടുപോയി ബ്ലേഡും മറ്റും നിർമ്മിക്കുന്നത് കണക്കിലെടുത്താണ് അത്തരത്തിലൊരു നിരോധനം ഏർപ്പെടുത്തിയത്. ഏറെക്കാലം നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആ ഒരു നാണയം കൂടി ഇത്തരത്തിൽ എന്നേക്കുമായി ഇല്ലാതെയാവുകയാണ്.